പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യെരമ്യാ പ്രവചനം 33-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ആരോപണ വിധേയരായി ദുഃഖത്തോടെ കഴിഞ്ഞിരുന്നതായ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ആർക്കും പ്രവർത്തിക്കുവാനും സഹായിക്കുവാനും കഴിയാത്ത ഇരുളടഞ്ഞ കാലങ്ങൾ അവരുടെ ചരിത്രത്തിൽ അനേകം പ്രാവശ്യം നേരിട്ടിട്ടുണ്ടെങ്കിലും യെരമ്യാ പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ മുൻപോട്ടും അല്പം പോലും പോകുവാൻ കഴിയാത്തതായ പ്രതീക്ഷിക്കാത്ത അനേക അനർത്ഥങ്ങൾ തന്റെ ജനമായ ഇസ്രായേലിനും യഹൂദ ഗ്രഹത്തിനും നേരിട്ടപ്പോൾ യെരമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി സങ്കടത്തോടുകൂടെ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. എത്രത്തോളം നിന്റെ ജനത്തെ നീ കൈവിടും? എത്രത്തോളം അവർ ഉയർന്നു വരുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി അവർക്ക് പ്രതീക്ഷിക്കാൻ വഴിയുണ്ടോ എന്ന് യെരമ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി. ദൈവം കൊടുത്തതായ മറുപടിയാണ് 33-ാം അധ്യായം, യെരമ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. നിങ്ങളോട് ദൈവം അരുളി ചെയ്തതായ അല്ലെങ്കിൽ ഞാൻ അരുളി ചെയ്ത നല്ല വചനങ്ങൾ നിവൃത്തിയാകുന്ന കാലം വരും. അതൊരു പ്രത്യാശയാണ്. അതുവരെ ആരോപണങ്ങളും അനേക പരിഹാസങ്ങളും നിന്ദകളും ആ കാലം വരും വരെയും സഹിക്കേണ്ടി വന്നേക്കാം. അനേക പ്രമുഖരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. നോക്കൂ, അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന പശ്ചാത്തലമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉണ്ടായിരുന്നത്. ഈ ദാരിദ്ര്യ അവസ്ഥയിൽ ജനിച്ചതായ തനിക്ക് 3 വയസ്സ് വരെ സംസാരശേഷിയില്ലാത്ത മനുഷ്യൻ. നമുക്കറിയാം, 3-ാമത്തെ വയസ്സ് മുതൽ താൻ സംസാരിക്കുവാൻ തുടങ്ങിയെങ്കിലും 9 വർഷമെടുത്തു ഫ്ലൂവൻ്റ് ആയിട്ട് തൻ്റെ നാവിൽ നിന്നും നല്ല വാചകങ്ങൾ അല്ലെങ്കിൽ തെറ്റില്ലാതെ കുഴച്ചിലില്ലാതെ തനിക്ക് സംസാരിക്കുവാനുള്ള ശേഷി 9 വർഷത്തിന് ശേഷമാണ് തനിക്ക് കിട്ടിയത്. ദരിദ്രമായ പശ്ചാത്തലമുള്ള ഒരു ഭവനം, പിതാവ് ചെയ്തതായ ബിസിനസ്സും ജോലികളും എല്ലാം പരാജയപ്പെട്ടു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഭവനത്തെ എങ്ങുമെത്താത്ത രീതിയിൽ വലച്ചു. ദരിദ്രമായ അവസ്ഥ. പിതാവിന് ബാങ്ക്രപ്സി നേരിടേണ്ടതായിട്ട് വന്നു. പാവങ്ങളായിട്ടും ദരിദ്രരായും മറ്റുള്ളവരുടെ മുമ്പിൽ അവർ അല്ലെങ്കിൽ ആരോപണ വിധേയരായി അങ്ങനെയുള്ള പേര് സമ്പാദിച്ച് ആ ഭവനം വളരെ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുവാൻ തുടങ്ങി. പിതാവിന്റെ ഈ മകനെ ആൽബർട്ട് ഐൻസ്റ്റൈനെ ഓർത്തുള്ളതായ ദുഃഖം കൊണ്ട് അകാലത്തിൽ താൻ മരണമടഞ്ഞു. വിദ്യാഭ്യാസം തടസ്സപ്പെട്ടു. മുന്നോട്ട് ജീവിക്കുവാൻ വഴിയൊന്നുമില്ലാതായി. അല്പമായി ലഭിച്ചതായ വിദ്യാഭ്യാസം കൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ തനിക്ക് ലഭിച്ച ഒരു ക്ലറിക്കൽ ജോലി സ്വീകരിച്ചുകൊണ്ട് ഭവനത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തനിക്ക് കിട്ടിയതായ സമയത്ത് രാപകലില്ലാതെ പരിശ്രമശാലിയായി തനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉയർച്ച ലഭിക്കുമെന്ന് തനിക്കൊരു പ്രത്യാശയുണ്ടായി. യെരമ്യാ പ്രവചനം തുടർച്ചയായി വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹത്തിൽ എപ്പോഴും ആ ഒരു പ്രത്യാശ പകർന്നതായ ഒരു വചനമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്ത നല്ല വചനം നിവൃത്തിയാകുന്ന ഒരു കാലം വരും. തനിക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ടായി. താൻ അനേക പ്രബന്ധങ്ങളും അനേക കാര്യങ്ങളെ കുറിച്ചുള്ളതായ ഗവേഷണങ്ങളും തന്റെ ജോലിക്കിടയിൽ ചെയ്യുവാൻ തുടങ്ങി. പുസ്തകങ്ങൾ എഴുതി. അത് സമൂഹത്തിലും ലോകത്തിന്റെ മുൻപിൽ അത് വലിയ അംഗീകാരം നേടിയതായി തനിക്ക് മനസ്സിലായി. അങ്ങനെ തന്റെ വാക്കുകൾക്കും തന്റെ ബുദ്ധിശക്തിക്കും വിലയുണ്ടെന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ ഗവേഷണങ്ങളുമായി മുന്നോട്ട് പോയി 1921 നോബൽ സമ്മാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു ഇസ്രായേലിയനായി താൻ മാറി. യഹൂദന്മാരുടെ ഇടയിൽ ഒരു മാനവും ബഹുമാനവും ആ ജനത്തിനും ദേശത്തിനും താൻ സമ്പാദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ആരോപണങ്ങൾ പലപ്പോഴും നമുക്കെതിരായി ആഞ്ഞുവീശിയേക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മെ പരിചയമുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായിട്ട് യാതൊരു പരിചയം ഒരിക്കൽ പോലും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്തവർ, നമ്മുടെ ജീവിതത്തെ പന്താടുന്ന പല അവസരങ്ങളും നമ്മുടെ മുൻപിൽ കടന്നു വന്നേക്കാം. എല്ലായിടത്തും നിന്നയും അപമാനവും ഉണ്ടായേക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരിക്കലും ഇനി നിനക്ക് മുൻപോട്ട് കടന്നു വരുവാൻ കഴിയില്ല എന്നുള്ളതായ ഒരു ചിന്ത നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം. പക്ഷെങ്കിൽ
ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുമെങ്കിൽ. നോക്കൂ, യെരമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി ചോദിച്ചപ്പോൾ ദൈവം അരുളി ചെയ്തതായ ഒരു വചനമാണ്. നിന്നെക്കുറിച്ച് അരുളി ചെയ്തതായ നല്ല വചനം നിവൃത്തിയാകുന്ന ഒരു കാലം വരും. ഈ വചനത്തിൽ നീ മുറുകെ പിടിക്കുമെങ്കിൽ, നിന്റെ മുൻപിൽ ദൈവമാണ് നിനക്കോടൊരു നല്ല വചനം സംസാരിച്ചിട്ടുള്ളതെങ്കിൽ, ദൈവമാണ് നിന്നെ പേർ ചൊല്ലി വിളിച്ചിട്ടുള്ളതെങ്കിൽ, നിന്റെ മുൻപിൽ ഒരു നല്ല കാലം വരും, തീർച്ചയായിട്ടും വരും. ഒരു പ്രത്യാശിക്കുന്നതായ ജനത്തിന് മാത്രമേ തോൽവികളെ ചവിട്ടുപടികളായി ഉപയോഗിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറുവാൻ കഴിയുള്ളൂ. മനുഷ്യരുടെ മുൻപിൽ നമ്മൾ താണുപോയാൽ, തകർന്നു പോയാൽ, ശത്രു കൊണ്ടുവരുന്ന അപമാനത്തിന്റെ മുൻപിൽ നമ്മൾ തകർന്നു പോയാൽ ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല. ധൈര്യശാലിയായിരിക്കുന്നവർക്ക് മാത്രമേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യോശുവയോടും മോശയോടും ദൈവം പറഞ്ഞത്, ധൈര്യപ്പെടുവേ, നിങ്ങൾ ഭയപ്പെടരുത്. ശത്രു വളരെ ശക്തിയോടുകൂടെ നിങ്ങളുടെ മുൻപിൽ പോരാട്ടം നടത്തിയേക്കാം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ബാബേൽ സംസ്ഥാനങ്ങളും യശൂരും മറ്റുള്ള ശത്രു രാജ്യങ്ങളൊക്കെയും അവരെ പരിഹസിച്ച് ചൂടുകുത്തി യെരമ്യാ പ്രവാചകന്റെ മുൻപിൽ പരിഹാസമായി സംസാരിച്ചു. നിന്റെ ജനത്തെ ദൈവം സ്വന്തം ജനമായി ഇരിപ്പാൻ വിളിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ലേ? ഇപ്പോഴിതാ ദൈവം നിങ്ങളെ കൈവിട്ടു. ആ വാക്കിന്റെ മുൻപിൽ യെരമ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എത്രത്തോളം കർത്താവേ, എത്രത്തോളം നിന്റെ വചനം നിവൃത്തിക്കായി ഞങ്ങൾ കാത്തിരിക്കണം. ദൈവം കൊടുത്തതായ വചനമാണ്. ഞാൻ നിന്നെക്കുറിച്ച് നല്ല വചനം നിന്റെ ജനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാകുന്ന ഒരു കാലം വരും. ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനം ഒരിക്കലും അധൈര്യപ്പെട്ടു പോകുകയില്ല, ഉയർച്ചയേക്കാൾ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിതത്തിൽ യെരമ്യാ പ്രവചനം വീണ്ടും വീണ്ടും തനിക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഈ വചനം താൻ മിക്കവാറും എടുത്തു വായിക്കും, തന്റെ ഡയറിയിൽ എഴുതും. യെരമ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ ആ 14-ാം വാക്യം, നിന്നെക്കുറിച്ച് അരുളി ചെയ്തതായ ഒരു നല്ല വചനം നിവൃത്തിയാകുന്ന ഒരു കാലം വരും. താൻ വീണ്ടും വീണ്ടും ഉരുവിടുവാൻ തുടങ്ങി. തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഡയറികളിലും രേഖകളിലും ഒക്കെ, തന്റെ കിടക്കയ്ക്കരികിൽ, തന്റെ പഠനത്തിന്റെ ആ മുൻപിലൊക്കെ താൻ ഈ വചനം എഴുതി വയ്ക്കും. ഒരു കാലം വരും, വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ. ഒരു ദിവസം വരും, ആ ദിവസം നീ പ്രതീക്ഷിക്കാത്ത നന്മകളും ഉയർച്ചകളുമായി നിന്നെ സ്വാഗതം ചെയ്യും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മോട് അരുളി ചെയ്തത് പോഷ്കല്ല, വാസ്തവമായിട്ട് ദൈവം നമ്മോട് അരുളി ചെയ്തതാണെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജന്മനാൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളും ആരോഗ്യകരമായ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ധൈര്യത്തിന്റെ മുൻപിൽ വഴിമാറിപ്പോകും. ദൈവം തരുന്നതായ ധൈര്യം നമ്മൾ സംഭരിക്കുമ്പോൾ, ധൈര്യപ്പെടുമെന്ന് ദൈവത്തിന്റെ വാക്ക് നാം ഏറ്റെടുക്കുമ്പോൾ, ഒരു കാലം വരും എന്നുള്ളതായ ഒരു പ്രത്യാശയിൽ അടിയുറച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ശത്രുവിന് അവനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ശത്രു അവന്റെ ധൈര്യത്തിന് മുൻപിൽ ക്ഷയിച്ചു പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം വിട്ടുകളയരുത്, ഉപേക്ഷിച്ച് കളയരുത്. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ധൈര്യത്തിനൊരു പ്രതിഫലമാണ്. ധൈര്യമായിരിക്കുക, ഭയപ്പെട്ടു പോകരുത്. ദൈവമാണ് നിന്നെ വിളിച്ചത്, നിന്നെ അവൻ ഉയർത്തും. ദൈവത്തിന്റെ മഹത്വമുണ്ട്. പ്രിയപ്പെട്ട യൗവനക്കാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അമ്മയപ്പന്മാരെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും അടിക്കടി ഉയരുമ്പോൾ, സാമ്പത്തികമായി, മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി നാം തളരുന്നതായ അനേക സന്ദർഭങ്ങൾ നമ്മെ നോക്കി നമ്മൾ തന്നെ, നമ്മുടെ മനസ്സ് തന്നെ, നമ്മുടെ മനസാക്ഷി തന്നെ പരിഹസിക്കുന്ന പല ഘട്ടങ്ങളുണ്ടാകും. ആ മനസാക്ഷിയുടെ അറ്റത്ത് പ്രവർത്തിക്കുന്നത് ശത്രുവിന്റെ പരിഹാസ സ്വരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നീ അറിയാത്ത ഒരു ശക്തി, ഒരു ശബ്ദം നിന്റെ നേരെ ഈ പ്രഭാതത്തിലും ഇന്ന് പ്രഭാതത്തിലും അത് നിർവചിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ കുറിച്ച് അരുളി ചെയ്ത നല്ല വചനങ്ങളൊക്കെയും മറന്നു കളയാൻ അവിശ്വസതയുള്ള ദൈവമല്ല. ഞാൻ വിശ്വസ്തയോടുകൂടി നിന്നോട് സംസാരിക്കുന്നു. ഒരു ദിവസം വരും, അത് നിവർത്തിക്കുന്ന ഒരു കാലം വരും. നിന്റെ മുൻപിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടി നീ ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗ്രതയോടെ കാത്തിരിക്കുന്നവനാണെങ്കിൽ, നിനക്കും നിന്റെ ഭവനത്തിനും അങ്ങനെയുള്ള ഒരു ഉയർച്ചയുടെ ഒരു കാലം വരും. ഗോഡ് ബ്ലെസ് യു.